ഹായ് ഗായ്സ്, ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഈ തേങ്ങ മിഠായി ചോറ് കഴിക്കാം. നല്ല നാടൻ സദ്യ. വീട്ടിൽ പോയിട്ട് കഴിക്കാം. വീണ്ടും വാഴ വീണ് കിടക്കുന്നു. ഇവരുടെ അവിടെ ഉടുക്കത്ത മഴ നാട്ടില് മൊത്തം. ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു, കുളി കഴിഞ്ഞു, അമ്പലത്തിലേക്ക് പോവുകയാണ്. ജസ്റ്റ് ഒന്ന് തൊഴാൻ, മെൻ്റൽ ഹെൽത്തിനെ തിരിച്ചു കൊണ്ടുവരാനും പോസിറ്റീവ് എനർജി തിരിച്ചു പിടിക്കാനുമായി അമ്പലത്തിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കൾ. കുട്ടിക്ക് ഇരിക്കാൻ സ്ഥലം കൊടുക്കണം കേട്ടോ. കർത്തു എവിടെ പോവാ? അമ്പലത്തിലേക്ക് പോവാ. എന്താ എന്നെ വല്ലാണ്ട് നോക്കണ്ടേ? എവിടേക്കാ പോയിട്ട് വരാട്ടോ പറഞ്ഞ. ശിവന്റെ അമ്പലത്തേക്കല്ലേ? പിന്നെ ശ്രീരംഗളങ്ങരയ്ക്കാ. ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി. ഇതാണ് നമ്മളുടെ ചീരംകുളങ്ങര അമ്പലം. ഞങ്ങൾ പോയി തൊഴുതിട്ട് വരാട്ടോ. ബൈ, സീ യു. ഞാൻ ഓൾറെഡി പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ, പക്ഷേ ഞാൻ ക്യാമറ എടുക്കാൻ മറന്നുപോയി. നമുക്ക് മണ്ടര അവിടെ പോയിട്ട് ടൈറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഒരു കാറാണ്, കണ്ടല്ലോ. പണി നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ബൈ. നിങ്ങൾ പുഷ്പേന കണ്ടിട്ടുണ്ടോ? പുഷ്പ എന്ന് പറയുന്നത് വലിയൊരാളാണ്. എനിക്കറിയാം, ഞാനിങ്ങനെ കൊടൈക്കനാല് വെച്ച് പരിചയപ്പെട്ടതാ. നമ്മൾ പെട്രോൾ പമ്പിലെത്തി. അങ്ങനെ നമ്മുടെ ചെലവുകൾ തുടങ്ങുകയാണ്. 1594. ഓക്കെ, എന്തു മഴന്ന് പറയാ, നല്ല കിടിലോസ്റ്റി മഴ. കണ്ട വണ്ടിയൊക്കെ പോണ പോക്ക് വേണ്ട. മഴ കാരണം കൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും സംസാരിക്കാതെ. നമ്മുടെ വണ്ടിയുടെ ടയറിൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഫുൾ നൈട്രജൻ, പഴയതൊക്കെ കളഞ്ഞിട്ട് പുതിയ കാറ്റ് മാത്രം, ഫുൾ ഫ്രഷ്. നമ്മളങ്ങനെ കുന്നംകുളത്തെത്തി. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. വണ്ടി അലൈൻമെൻറ്റ് പരിപാടികളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വണ്ടി കഴുകൽ പരിപാടി. ഞാനിത് നേരത്തെ വൈകിട്ടുണ്ടായിരുന്നത്, അതാണ് ഒടുക്കത്തെ വൈകിട്ടപ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി നേരെ ഫുഡ് അടിക്കാൻ പോകണം. കുറേ തിരക്കുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളത് കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ എപ്പോഴും അങ്ങനെ എടുക്കാൻ മാത്രമുള്ള ഒരു ഇതില്ല, ഒരു വൈബില്ല. എനിക്കൊരു വൈബില്ല. ഇപ്പോൾ നാട്ടിലൊന്നും സംസാരിക്കില്ല. കൊടൈക്കനാലും നാട്ടിലൊന്നും മാന്യനാണ്. ചോറ് കഴിക്കാം. നല്ല നാടൻ സദ്യ. വീട്ടിൽ പോയിട്ട് കഴിക്കാം. പറയണ കേൾക്കുന്നില്ല. ഷവർമ്മ കഴിക്കണം, ഷവർമ്മ കഴിക്കാം, ബിരിയാണി കഴിക്കാം. പറയണ പോലെ ഷവർമ്മ കഴിക്കാം, ബിരിയാണി കഴിക്കാം. വയറ്റിലിങ്ങനെ കിട്ടും. കഴിക്കാന്ന് പറയുള്ളൂ, കഴിച്ചിട്ടൊന്നും ആവില്ല. ഷവർമ്മ
പകുതി ഒന്നും പറ്റില്ല. എനിക്കത് മൊത്തം ഇടണം. വേണ്ട, ഇതേ പറ്റുള്ളൂ. പുഷ്പ അങ്ങനെയല്ല, പുഷ്പ പകുതിയൊക്കെ ആയിട്ടൊക്കെ കഴിച്ചുള്ളൂ. ഭയങ്കര മാന്യനാണ്. നല്ല ചൂടാ. ചിക്കൻ നല്ല ബിരിയാണി. പണ്ടത്തെ ബിരിയാണി അല്ലേ, നമ്മളൊക്കെ മിസ് ചെയ്തൊരു ബിരിയാണി പോലത്തെ ബിരിയാണി അല്ല. മർഹബേലൊന്നും പോയത് കിട്ടില്ല. മർഹബേലത്തെ ബിരിയാണി വേറെ ലീഗ്, ഇത് വേറെ ലീഗ്. ഓക്കെ ബൈ, കഴിച്ചിട്ട് വരാം. ബനി വൈബ് സെറ്റ് ഫുഡ് ഒരെണ്ണം കഴിച്ചപ്പോൾ അതിൻ്റെ ഇഷ്ടം കൂടിയിട്ടേ ഒരെണ്ണം കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങ് ഓഹോ, അടിപൊളി സാധനമല്ലോ, അടിപൊളി സാധനം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറേ മേടിച്ചു. എന്താ കുറേ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോ വാസുവേട്ടന്റെ കടയിൽ നിന്ന് നമ്മൾ കഴിച്ചിരുന്നത്. അത് ഓർമ്മ വന്നത് വായിട്ടപ്പോ ആ ഒരു ടേസ്റ്റ്, പണ്ടത്തെ ആ ടേസ്റ്റില് ഇന്ത്യൻ കോഫി ഹൗസിലൂടെ കിട്ടും. അധികം മധുരം കഴിക്കാൻ പാടില്ല, ഞാൻ കുറെ കഴിക്കാറില്ല. പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് 2 മേടിച്ചു. ആയ് ഓക്കെ ബൈ. പാടത്ത് മൊത്തം വെള്ളമായി ഗൈസ്. പിന്നാവൂലോ, കണ്ടാ ഫുള്ള് വെള്ളം നിറഞ്ഞു. 20 ദിവസത്തെ മഴ. ഫുള്ള് കഴുകി കഴിഞ്ഞു. നമ്മൾ ടർട്ടിൽ വാക്സ് ക്ലിയർ വ്യൂ യൂസ് ചെയ്യാൻ പോവാണ്. ഇനി കുറച്ച് ഡ്രോപ്പുകൾ ഒന്ന് ഇതിലൊറ്റിച്ചു. മതി, ഇത്ര മതി, കൂടുതൽ വേണ്ട. നമ്മൾ ജസ്റ്റ് ഇതിൽ അപ്ലൈ ചെയ്യാം. കണ്ടോ കഴുകി കഴിഞ്ഞു. നമ്മള് പരിപാടി എന്ന് പറയുമ്പോൾ നമ്മള് വണ്ടി കഴുകൽ കഴിഞ്ഞാലാണ് നമ്മള് ആംബുലൻസിന്റെ അവിടേക്ക് പോയി. നമ്മുടെ ആംബുലൻസുകളുടെ അടുത്ത് പോയി അതിൻ്റെ ഉള്ളിൽ ഈ ഹൈഡ്രോഫോബിക് പരിപാടികളൊക്കെ ചെയ്തു. എല്ലാ വണ്ടിയിലും ചെയ്തില്ല, 3 വണ്ടിയിൽ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ കലോത്സവ വേദിയിലേക്ക് പോയി. അവിടെ പോയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം വണ്ടി ഇട്ടതും ഒക്കെ കൂടെ ആയിട്ട് കുറച്ച് തിരക്കായി. ഞങ്ങൾ ഭയങ്കര ബിസി. അത് ഈ കോലത്തിൽ ഞങ്ങൾ പോയി കലോത്സവ വേദി, അതാണ് പ്രത്യേകത. അപ്പോൾ അവിടെ പോയി നമ്മുടെ വണ്ടിയുടെ 2-3 റീലൊക്കെ എടുത്തു തിരിച്ചു പോകും. പിന്നെ നമ്മൾ പോണത് നേരെ വീട്ടിലേക്കാണ്. അത് കഴിഞ്ഞു ഇന്നത്തെ ദിവസം എൻഡ്. നീ വീഡിയോ എഡിറ്റ് ചെയ്യണം, ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് കാണാനുള്ള സെറ്റപ്പ് ആക്കാൻ. കാരണം എൻ്റെ മൊത്തത്തിലുള്ള ഫോർമേഷനൊക്കെ പോയി വണ്ടി ഇടിച്ചതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എഡിറ്റിങ് പരിപാടികളൊക്കെ കുറച്ച് ബാക്കിലോട്ട് പോയി. കാരണം ഞാൻ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പരിപാടികളും ഇപ്പോൾ തെറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളിൽ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ലാപ്ടോപ്പ് കംപ്ലൈന്റ് ആയിട്ട് ഇതുവരെ റെഡി ആക്കിയിട്ടില്ല. അപ്പൊ അത് കാരണം കൊണ്ടും ഒക്കെ കൊണ്ടും എനിക്ക് മൊത്തം പ്രശ്നങ്ങളാണ് ഗൈസ്. പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നിട്ട് വേണം നമുക്കൊന്ന് ഒന്നുകൂടി ഊർജസ്വരനായി തിരിച്ചു വരാൻ. പറഞ്ഞിട്ടുണ്ട് കണ്ടകശനി കൊണ്ടേ പോകും. അതെ കണ്ടകശനി കൊണ്ടേ പോകും. അവന്റെ കണ്ടകശനി പോയി. ഞാൻ പോകുന്നു. ബൈ ബൈ.